എല്ലാവർക്കും നമസ്കാരം. മമ്മൂക്കയുടെ വെള്ളിയേട്ടന്റെ 4K പതിപ്പ് റിലീസ് ചെയ്യപ്പെട്ടിട്ട് ഇന്ന് രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വെള്ളിയേട്ടൻ എന്ന സിനിമയുടെ ആദ്യ പതിപ്പ് 2000 റിലീസ് ചെയ്തപ്പോൾ ഗംഭീര വിജയം നേടിയ ചിത്രം ഇപ്പോഴത്തെ റിലീസ് ചെയ്യപ്പെട്ട 4K റീമാസ്റ്റർ പതിപ്പിലും ഗംഭീര അഭിപ്രായങ്ങളും ഗംഭീര കളക്ഷനുമാണ് തിയേറ്ററുകളിൽ നിന്നും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നലെ റിലീസ് ചെയ്ത വെള്ളിയേട്ടന്റെ 4K റീമാസ്റ്റർ പതിപ്പ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിവസം 120 തിയേറ്ററുകളിൽ നിന്നും ആദ്യ ദിവസം സ്വന്തമാക്കിയത് 23 ലക്ഷം രൂപയായിരുന്നു. അതോടൊപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 2.5 ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കി. അങ്ങനെ ടോട്ടൽ ആദ്യ ദിവസം ഇന്ത്യയിൽ നിന്നും മാത്രം ചിത്രം സ്വന്തമാക്കിയത് 25 ലക്ഷം രൂപയായിരുന്നു. ട്രാക്കഡ് കളക്ഷൻ തന്നെ 25 ലക്ഷം രൂപ ആദ്യ ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയ ചിത്രം ട്രാക്ക് ചെയ്യാത്ത കണക്കുകൾ കൂടി വരുമ്പോൾ എങ്ങനെ നോക്കിയാലും ആദ്യ ദിവസം 30 ലക്ഷത്തിന് അടുത്ത് സ്വന്തമാക്കിയിട്ടുണ്ടാകും. ഇനിയിപ്പോൾ രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണം എന്ന് പറയുന്നത് വെള്ളിയേട്ടൻ 4K പതിപ്പിന്റെ ഭാഗത്തു നിന്നും 362 ഷോകളാണ്. കണക്കുകൾ പ്രകാരം 5629 ടിക്കറ്റുകളാണ് ചിത്രത്തിന്റെ പേരിൽ ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. രണ്ടാം ദിവസത്തെ ഇതുവരെയുള്ള ട്രാക്കഡ് ഗ്രോസ് എന്ന് പറയുന്നത് കേരള ഗ്രോസ് എന്ന് പറയുന്നത് 8.5 ലക്ഷം രൂപയാണ്. ഈ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ചിത്രത്തിന്റെ രണ്ടാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്നും 15 ലക്ഷത്തിന് മുകളിൽ സ്വന്തമാക്കുമെന്ന് ഉറപ്പാണ്. അതായത് ചിത്രത്തിന്റെ 2 ദിവസത്തെ കേരള ഗ്രോസ് എന്ന് പറയുന്നത് ട്രാക്കഡ് ഗ്രോസ് എന്ന് പറയുന്നത് 38 ലക്ഷം രൂപ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ വെള്ളിയേട്ടൻ 4K പതിപ്പിന്റെ 2 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ മാത്രം 50 ലക്ഷത്തിന് മുകളിൽ വരും. ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ നാളെ ഞായറാഴ്ച ഇതുവരെയുള്ള കേരള അഡ്വാൻസ് ഗ്രോസ് എന്ന് പറയുന്നത് 4.5 ലക്ഷത്തിന് മുകളിലാണ്. ഏകദേശം 3181 ടിക്കറ്റുകൾ നാളത്തെ ഷോകളുടേതായി വിറ്റുപോയിട്ടുണ്ട്. വെള്ളിയേട്ടന്റെ 4K പതിപ്പിന്റെ രണ്ടാം ദിവസത്തെ ഓൺലൈൻ ബുക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച് ചിത്രത്തിന്റെ ബുക്കിംഗ് കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. അതിന് പ്രധാന കാരണം ഇതൊരു റിലീസ് ചിത്രം തന്നെയാണ്. റിലീസ് ചിത്രങ്ങൾ തിയേറ്ററുകളിൽ തരംഗമാകണമെങ്കിൽ ഫാൻസ് തന്നെ വിചാരിക്കണം. മമ്മൂക്കയുടെ ഫാൻസ് ഈ ചിത്രത്തെ വേറെ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചിത്രം കാണാൻ വേണ്ടി തിയേറ്ററുകളിൽ എത്തിയിരുന്നെങ്കിൽ ചിത്രത്തിന്റെ കളക്ഷൻ ഹൈ ലെവലിൽ കുതിക്കുമായിരുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കൃത്യമായ ഡാറ്റകൾ ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഇന്ത്യക്ക് പുറത്ത് UAE-യിലേക്ക് ചിത്രത്തിന് മികച്ച ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്ക്രീനിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയിരിക്കുകയാണ്. വെള്ളിയേട്ടന്റെ 4K പതിപ്പിന്റെ ഓവർസീസ് കളക്ഷൻ കൂടി പുറത്തു വരുമ്പോൾ തന്നെ ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ വെള്ളിയേട്ടൻ 4K പതിപ്പ് തിയേറ്ററുകളിൽ തരംഗമാകണമെങ്കിൽ മമ്മൂക്ക ഫാൻസ് രംഗത്തെത്തേണ്ടത് അത്യാവശ്യമല്ലേ? അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ പ്രേക്ഷകർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.